എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതരത്നയെ കുറിച്ചാണ്. ഭാരതരത്ന 2024. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്ന. ആദ്യമായി ഭാരതരത്ന പുരസ്കാരം നൽകിയ വർഷം ഏത്? 1954 ജനുവരി 2. ആദ്യത്തെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി, മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ശാസ്ത്രജ്ഞൻ ചന്ദ്രശേഖര വെങ്കിട്ട രാമൻ. 2024 രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചവർ ആരൊക്കെ? കർപ്പൂരി താക്കൂർ, ലാൽകൃഷ്ണ അദാനി, PV നരസിംഹ റാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി നൽകപ്പെടുന്നത് ഏത് മുൻ ബീഹാർ മുഖ്യമന്ത്രിക്കാണ്? കർപ്പൂരി താക്കൂർ. പിന്നോക്ക വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾക്കായി വിവാദിക്കുന്നയാളായാണ് കർപ്പൂരി താക്കൂർ അറിയപ്പെടുന്നത്. ബീഹാറിന് വേണ്ടി 2 തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് കർപ്പൂരി താക്കൂർ. 2024 ജനുവരി 24 അദ്ദേഹത്തിന്റെ 100ാം ജന്മദിന വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. 2024 ഭാരതരത്ന നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യയുടെ 9ാമത്തെ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹ റാവു. 1991 ജൂൺ 21 മുതൽ 1996 മെയ് 16 വരെ 1791 ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു യുഗത്തിലേക്ക് രാജ്യത്തെ നയിച്ചതായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2024 ഭാരതരത്ന നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ആരാണ്? ചൗധരി ചരൺ സിംഗ്. 1979 ആണ് ഇന്ത്യയുടെ 5ാമത്തെ പ്രൈം മിനിസ്റ്ററായി ചുമതലയേറ്റത്. 170 ദിവസം മാത്രമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. കർഷകരുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനുമായി അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ടുണ്ട്. 2024 ഏത് മുൻ പ്രധാനമന്ത്രിമാർക്കാണ് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായി ഭാരതരത്ന നൽകിയത്? PV നരസിംഹ റാവു, ചൗധരി ചരൺ സിംഗ്. 2024 രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച മുൻ ഉപപ്രധാനമന്ത്രി ആര്? ലാൽകൃഷ്ണ അദാനി. 2004 ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2024 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നും സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ആരാണ് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ്. നിലവിലെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. 2024 വരെ എത്ര രാഷ്ട്രപതിമാർക്കാണ് ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുള്ളത്? 6 രാഷ്ട്രപതിമാർക്ക്. 1954 ഡോക്ടർ S രാധാകൃഷ്ണൻ, 1962 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, 1963 സാക്കിർ ഹുസൈൻ, 1975 VV ഗിരി, 1997 ഡോക്ടർ APJ അബ്ദുൽ കലാം, 2019 പ്രണബ് മുഖർജി എന്നിവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യമായി ഭാരതരത്ന സമ്മാനിച്ചത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഭാരതരത്ന ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ ആര്? CV രാമൻ. 1954 ലഭിച്ചിട്ടുള്ളത്. ഭാരതരത്ന ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. 2014 സച്ചിൻ ടെണ്ടുൽക്കറിന് പുരസ്കാരം ലഭിക്കുന്നത്. കായിക ലോകത്ത് ആദ്യമായി ഭാരതരത്ന ലഭിക്കുന്ന വ്യക്തി ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന ആർക്കൊക്കെ നൽകണം എന്ന് ശുപാർശ ചെയ്യുന്നത് ആരാണ്?
പ്രധാനമന്ത്രി. ഭാരതരത്ന പുരസ്കാരത്തിന് ഏത് കളർ റിബൺ ആണ് ഉപയോഗിക്കുന്നത്? വെള്ള റിബൺ. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ സംഗീതജ്ഞ ആര്? MS സുബ്ബലക്ഷ്മി. 1998 ലഭിച്ചത്. ഇന്ത്യൻ പൗരന്മാർ അല്ലാത്ത ആർക്കൊക്കെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, നെൽസൺ മണ്ടേല എന്നിവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ഇന്ദിരാഗാന്ധി. 1971 ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത്. രണ്ടാമത് മദർ തെരേസയും, മൂന്നാമത് അരുണ അസഫ് അലി, നാലാമത് MS സുബ്ബലക്ഷ്മി, അഞ്ചാമത് ലത മങ്കേഷ്കർ. മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 1987 അദ്ദേഹത്തിന് ലഭിച്ചത്. അതിർത്തി ഗാന്ധി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഭാരതരത്ന ലഭിച്ച രണ്ടാമത്തെ വിദേശി ആര്? നെൽസൺ മണ്ടേല. 1990 അദ്ദേഹത്തിന് ലഭിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. മരണാനന്തരം ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത ആര്? അരുണ അസഫ് അലി. 1997 ലഭിച്ചത്. 2019 ഭാരതരത്ന ബഹുമതി ലഭിച്ച വ്യക്തികൾ ആരൊക്കെ? പ്രണബ് മുഖർജി, ഭൂപൻ ഹസരിക, നാനാജി ദേശ്മുഖ്. ഭൂപൻ ഹസരികയ്ക്ക് മരണാനന്തര ബഹുമതിയാണ് ലഭിച്ചത്. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വ്യവസായി ആര്? JRD ടാറ്റ. 1992 അദ്ദേഹത്തിന് ലഭിച്ചത്. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. 1955 ജവഹർലാൽ നെഹ്റുവിന് ബഹുമതി ലഭിച്ചത്. മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം എപ്പോഴാണ് ആരംഭിച്ചത്? 1955 മുതൽ. ഏത് വർഷത്തിൽ വരുത്തിയ ഭേദഗതിക്ക് ശേഷമാണ് ഭാരതരത്ന അവാർഡ് നൽകുന്നതിന് പ്രത്യേക മേഖലയൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത്? 2011. എവിടെ നിന്നാണ് ഭാരതരത്ന പുരസ്കാരം നിർമ്മിക്കുന്നത്? വെസ്റ്റ് ബംഗാളിലുള്ള ആലിപൂരിൽ വെച്ച്. ഭാരതരത്നയുടെ മുൻഭാഗത്ത് ആരുടെ രൂപമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? സൂര്യന്റെ രൂപം. ഭാരതരത്ന പുരസ്കാരം എന്തിന്റെ മാതൃകയിലാണ് ഉള്ളത്? അരയാലിന്റെ ഇലയുടെ മാതൃകയിൽ. 2024 വരെ എത്ര പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? 53 പേർക്ക്. അതിൽ 20 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് ലഭിച്ചിട്ടുള്ളത്. 50ാമത്തെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? LK അദാനി. 2024. കേന്ദ്ര ആഭ്യന്തര മന്ത്രി പദവിയിലിരിക്കെ ഭാരതരത്ന ലഭിച്ച ഏക ഇന്ത്യൻ നേതാവ് ആര്? ഗോവിന്ദ് വല്ലഭ് പന്ത്. 1957 അദ്ദേഹത്തിന് ലഭിച്ചത്. മഹാനായ സംഗീതജ്ഞ ലത മങ്കേഷ്കർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകിയ വർഷം ഏത്? 2001. ഭാരതരത്ന പുരസ്കാരം നിരസിച്ച വ്യക്തികൾ ആരൊക്കെ? ആദ്യത്തേത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം 1954 നിരസിച്ചത്. എന്നാൽ 1992 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത് ഹൃദയനാഥ് കുൻസ്രു. 1968 അദ്ദേഹം നിരസിച്ചിട്ടുള്ളത്. മൂന്നാമത് സുഭാഷ് ചന്ദ്ര ബോസ്. 1992 മരണാനന്തര ബഹുമതി അദ്ദേഹത്തിന്റെ കുടുംബം നിരസിച്ചു. ഭാരതരത്ന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 0. ഭാരതരത്ന പുരസ്കാരത്തിന് നിലവിൽ സമ്മാനത്തുക ഇല്ല.